പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമാലേഖനം 11 അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിഷയം, നമുക്ക് ജീവിതത്തിലൊന്നും പുകഴാനില്ല, ഒന്നും പ്രശംസിപ്പാനില്ല. അവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമിലുള്ള ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുകയാണ്, യോഗ്യതയുള്ള ചില കൊമ്പുകൾ, ആ കൊമ്പുകളേക്ക് ഒടിച്ചിട്ട് കാട്ടൊലിവായിരുന്ന നമ്മെ വെട്ടിയെടുത്ത് ആ യോഗ്യതയുള്ളതിൻ്റെ ഇടയ്ക്ക് ഒട്ടിച്ചു ചേർത്തു. അപ്പോൾ നമുക്കതിൽ പ്രശംസിപ്പാനൊന്നുമില്ല. കാരണം നീ വേരിനെയല്ല, വേർ നിന്നെ അത്ര ചുമക്കുന്നു എന്ന് ഓർക്കണം. ഒരുപക്ഷെ നീ പറയും, എന്നെ അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണല്ലോ. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, അതായത് കൊമ്പുകൾ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. സ്തോത്രം. താൻ പറയുകയാണ്, ദൈവസന്നിധിയിൽ നമുക്കൊന്നും പ്രശംസിപ്പാനില്ല, നാം ദൈവസന്നിധിയിൽ ഭയപ്പെടണം. കാരണം ഒരുപക്ഷെ അവിശ്വാസത്താൽ ചില കൊമ്പുകൾ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നമ്മൾ നിലനിൽക്കുക, അത് ദൈവത്തിൻ്റെ കൃപയാ എന്ന് നമ്മൾ മനസ്സിലാക്കണം. താഴോട്ട് പറയുകയാണ്, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ആകയാൽ ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാണുക. നമുക്കൊന്നും പുകഴാനില്ല പ്രിയപ്പെട്ടവരെ. ആ ഒരു അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിഷയം, നല്ല ഒലിവ് മരത്തോടെ കർത്താവ് നമ്മെ ചേർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും കർത്താവിന് നമ്മെ ആദരിക്കാതിരിക്കാം. ആകയാൽ നാം ദൈവസന്നിധിയിൽ ഭയപ്പെടുന്നവരാകുക. 1 കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ ഇപ്രകാരം പറയുകയാണ്, ലോകത്തിൽ പലരും ഉണ്ടായിരുന്നു, ജ്ഞാനികളുണ്ടായിരുന്നു, ബലവാന്മാരുണ്ടായിരുന്നു. അവരെയൊക്കെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായതിനെയൊക്കെ കർത്താവ് തിരഞ്ഞെടുത്തു. നികൃഷ്ടമായതിനെ, ഏതുമില്ലാത്തതിനെയൊക്കെ കർത്താവ് തിരഞ്ഞെടുത്തു. എന്നിട്ട് പറയുകയാണ്, ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് കർത്താവിലും കർത്താവിൻ്റെ ക്രൂശിലുമല്ലാതെ ഒന്നിലും പ്രശംസിപ്പാനില്ല. യിരെമ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളിച്ചെയ്യുന്ന ദൈവിക ആലോചന ഇപ്രകാരമാണ്, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിലും ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും നടത്തുന്നു എന്നിങ്ങനെ ആരാഞ്ഞറിഞ്ഞ് അതിൽ പ്രശംസിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ കാട്ടൊലിവായിരുന്ന നമ്മെ കർത്താവ് വെട്ടിയെടുത്ത് ആ നല്ല ഒലിവ് വൃക്ഷത്തോടെ ചേർത്തുവെങ്കിൽ നമ്മൾ വിശ്വാസത്താലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടുക.